മർമെയ്ഡ് തീമിലൊരു ലാമ്പ് ഉണ്ടാക്കിയാലോ? ഈ ഒരു ബോട്ടില് ഞങ്ങൾ കടയിൽ കയറിയപ്പം അതിൽ മിഠായി ഇട്ട് വെച്ചിരിക്കണ കണ്ടതാട്ടോ. അത് ആ ബോട്ടിലോട് കൂടി വാങ്ങിച്ചോട്ട് വന്നു. മർമെയ്ഡിന്റെ പടം ഇതുപോലെ പ്രിന്റ് അടിച്ചിട്ട് കളർ അടിച്ചെടുത്തു. പിന്നെ ആ ഫിഷിന്റെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ പ്രിന്റ് അടിച്ച് കളർ അടിച്ചെടുത്തതാണേ. ആ ബോട്ടിലിന്റെ ആ ഭാഗം ഒരു വിൻഡോ പോലെ തോന്നുന്നില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കർട്ടന്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതെടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇത് നമുക്ക് മർമെയ്ഡിന്റെ വീട് പോലെ സെറ്റ് ചെയ്യാം. അതുപോലെ ചെറിയ ചെടിയുടെ ഒക്കെ അതിന്റെ ഇടയിൽ ഒരു ബ്ലൂ കളർ അടിച്ചു കൊടുക്കാം കേട്ടോ, ഒരു സീഡ് അടിയിലൊക്കെ ഉള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ബോട്ടിലിന്റെ അടിയിലായിട്ട് ഫെവിക്കോൾ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കൂടാതെ ആ ഒരു ചെറിയ ഫിഷിന്റെ പടം കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഓരോ പടങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഈ മർമെയ്ഡിന്റെ ഈ ഒരു തീം കുറെ നാളായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണ് കേട്ടോ. അത് ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യുമെന്ന് അറിയാത്ത കാരണം ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ ബോട്ടിൽ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോട്ടിൽ ഒരു ലാമ്പായിട്ട് സെറ്റ് ചെയ്യാന്ന്. അതുപോലെ വേറൊരു ബോട്ടിലും കൂടി എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഒരു കിളിക്കൂടിന്റെ രൂപത്തിലുള്ളത്. അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് ഞാൻ അതും കൊണ്ടും വരും കേട്ടോ. അങ്ങനത്തെ 4 സൈഡിൽ നമ്മൾ പിക്ചേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ആ ബോട്ടിൽ നമുക്ക് തുറക്കാം. പിന്നെ ഈ ഷെല്ലുകൾ എനിക്ക് എന്റെ ആന്റി കൊണ്ടു തന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ആ ബോട്ടിലിനുള്ളിലേക്ക് പതുക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മർമെയ്ഡ് ഇരിക്കുന്ന നല്ല പവിഴപ്പുറ്റുകളില്ലേ, അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആ ബോട്ടിലിന്റെ വലിപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ ഓരോ പിക്ചറുകളും പ്രിന്റ് അടിച്ചെടുക്കാനായിട്ട്. ഇനി ഈ മർമെയ്ഡ് 2 നമുക്ക് ഇതുപോലെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിന് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. മർമെയ്ഡിന് നമ്മൾ പ്രിന്റ് എടുത്ത രീതി നേരത്തെ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? ഇനി ആ ഹോളിന്റെ ഉള്ളിൽ ഒരു നൂല് കോർത്തിട്ട് അത് കെട്ടി കൊടുക്കാം. പിന്നെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ആ നൂല് പതുക്കെ ഒന്ന് അതുമ്മ കെട്ടി കൊടുക്കണം. ആ ബോട്ടിലിന്റെ വലിപ്പത്തിനനുസരിച്ച് ആ നൂലിന്റെ വലിപ്പം സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആ ബോട്ടിലിന്റെ മൂടിയുടെ സെന്റർ ഭാഗത്തായിട്ട് ആ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബോട്ടിലിന്റെ ഉള്ളിലേക്ക് വെച്ച് അടപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നല്ല ഉഗ്രൻ മർമെയ്ഡ് തീമിലുള്ള ഒരു ലാമ്പ് എന്ന് പറയാറായിട്ടില്ല, കാരണം ലാമ്പ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വെച്ച് കൊടുത്തിട്ടില്ല. അതിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വെച്ച് കൊടുക്കാന്ന് കരുതി. ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഓരോ പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ബോട്ടിലിന്റെ 4 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ആ മർമെയ്ഡിനെ കാണാൻ പറ്റും. അതിനാണ് നമ്മൾ മർമെയ്ഡിനെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ലാമ്പ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ മർമെയ്ഡ് സെന്ററിൽ തൂങ്ങി കിടക്കുന്ന കാരണം ഒരു സൈഡിലായിട്ട് വേണം ലാമ്പ് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. കൂടെ ഷെയർ കൂടി ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.